ഒരു യാത്രയിൽ ആ സ്ഥലത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രം കണ്ടുവരുന്നതാണോ, അതോ അധികം അറിയപ്പെടാത്ത എന്നാൽ ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞതും ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നതുമായ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണോ നിങ്ങൾക്കിഷ്ടം? ഈ യാത്ര ഗ്രാമങ്ങളിലേക്കാണ്. പാർവതി നദിയുടെ ഓരം ചേർന്നുള്ള ചലാൽ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ്. പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും നിറഞ്ഞ നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വർഗം തന്നെയാണ് ചലാൽ ഗ്രാമം. ചലാലിലെ പാർവതി നദിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക ഒഴുക്കാണ്. അതിൽ നമ്മളെ പിന്നെയും പിന്നെയും വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു വശ്യതയുണ്ട്. കട്ടാഗ്ല വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയ ഞങ്ങൾ മറ്റ് കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ കസോളിലെ ഇൻസ്റ്റാഗ്രാമബിൾ കഫേയായ WH കഫേയിൽ കയറി. ഈ കഫേയിലെ ഓരോ സ്ഥലവും എന്ത് രസമാണെന്നോ. പാർവതി നദിയുടെ വ്യൂ ആണ് ഈ കഫേയുടെ പ്രത്യേകത. കട്ടാഗ്ലയിലാണ് ഈ കഫേ ഉള്ളത്. ഒരേ സമയം കഫേയുടെ മനോഹാരിതയും പാർവതി നദിയുടെ മാസ്മരിക സൗന്ദര്യവും നമുക്ക് മറക്കാനാവാത്ത നിമിഷങ്ങൾ നൽകുന്നു. അരുവിയിലൂടെയും അരുവിയുടെ സമീപത്തുകൂടെയും നടന്ന് ട്രക്കിംഗ് തുടർന്നു. മഴക്കാലമല്ലാത്തതിനാൽ ഒഴുക്ക് വളരെ കുറവാണ്. ചലാൽ ഗ്രാമത്തിനെ പറ്റിയുള്ള എല്ലാ വീഡിയോകളിലും കാണുന്ന തടിപ്പാലത്തിൽ ഞങ്ങളെത്തി. പാർവതി നദിയുടെ തീരത്ത് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിൽക്കാം. മൺ തലൈ ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിച്ച് പുൽഗ, തോഷ്, കസോൾ, ചലാൽ, മണികരൻ വഴി ബിയാസ് നദിയിൽ പാർവതി നദി ചേരുന്നു. ഇവിടെയാണ് കനാവർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. കനാവർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ സ്നോ ലെപ്പേർഡ്, കരടി, പുലി എന്നീ മൃഗങ്ങളൊക്കെയുണ്ട്. അങ്ങനെ കനാവർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ സമീപത്തുകൂടി നടന്ന് തിരിച്ച് കസോളിൽ എത്തിയ ഞങ്ങൾ എവർഗ്രീൻ കഫേയിൽ നിന്നും ഭക്ഷണം കഴിച്ച് പിന്നെയും നടന്ന് കസോളിലെ ഞങ്ങളുടെ വീട് എന്ന് തന്നെ പറയാവുന്ന ശാന്തി കഫേയിൽ എത്തി. ഒരു റിസോർട്ട് എന്നതിലുപരി ഒരുപാട് അനുഭവങ്ങൾ തരുന്നൊരു സ്ഥലമാണ് ശാന്തി കഫേ. ഒരിക്കൽ ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ പിന്നെയും പിന്നെയും ഇവിടെ തന്നെ വരുമെന്ന്. ശാന്തി കഫേയിലെ സായാഹ്നം ആസ്വദിച്ച് അവിടെ നദീതീരത്ത് ലൈവ് മ്യൂസിക്കൊക്കെ കേട്ട് കുറച്ച് ഇൻഡോർ ഗെയിംസൊക്കെ കളിച്ച് കസോളിനോട് യാത്ര പറയുവാനായി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു.
ഹിമാചൽ പ്രദേശ് ട്രിപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ, ഇതെങ്ങനെ പ്ലാൻ ചെയ്തു, സ്റ്റേ, ബജറ്റ് എല്ലാം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.